നോമ്പുകാലം 7-ാം ദിനമാണിന്ന്. പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമം അനുസരിച്ച് നോമ്പുകാലത്തെ 2-ാമത്തെ ഞായറാഴ്ചയാണ്. അടിസ്ഥാനപരമായി ഒരു കാര്യം ചിന്തിക്കുകയാണ്. ഉറച്ച അടിസ്ഥാനമില്ലാതെ മതപരമായ ചില അനുഷ്ഠാനങ്ങൾ കടമകളായി നിർവഹിച്ചാൽ അതിന് ഫലമുണ്ടാകുമോ? കർത്താവ് നമ്മെ തൻ്റെ നിത്യതയിലേക്ക് സ്വീകരിക്കുമോ? നോമ്പും ഉപവാസവും പ്രാർത്ഥനയും പരിത്യാഗവും പശ്ചാത്താപവും എല്ലാം ഈ നോമ്പ് കാലത്ത് നാം നിയമപരമായിട്ട് അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ കർത്താവ് പറഞ്ഞതുപോലെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നവനെ പോലെ നാം ആയിത്തീരുമോ? അവിടെ നിന്നുള്ള അടിസ്ഥാനപരമായ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഒരനുഷ്ഠാനങ്ങൾക്കും ഒരിക്കലും ഫലമുണ്ടാവുകയില്ല. മിശിഹായുടെ വചനം പ്രവർത്തിക്കുന്നവർക്കാണ് കർത്താവിൻ്റെ രാജ്യത്ത് അംഗത്വമുള്ളത്. ഭൂമിയിൽ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തമില്ലാത്തവരാകരുത് നമ്മൾ. അങ്ങനെയെങ്കിൽ സത്യമില്ലാത്തവരാകും. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തമാണല്ലോ സത്യം. കർത്താവിലുള്ള ഉറച്ച വിശ്വാസം നഷ്ടപ്പെട്ടാൽ എല്ലാം കടമകളായി നിർവഹിക്കുന്നതായി മാറും, കാട്ടിക്കൂട്ടലുകളായി തീരും. അടിത്തറ ഉറപ്പില്ലാത്തതാണെങ്കിൽ എത്ര വലിയ സൗധമാണെങ്കിലും അത് ഇടിഞ്ഞു വീഴും, ഇന്നല്ലെങ്കിൽ നാളെ. കർത്താവിൽ വിശ്വാസം ഉറപ്പിക്കാത്തവർക്ക് നിത്യതയിലെത്താൻ സാധിക്കുമോ? അവൻ്റെ വാതിലിൽ മുട്ടുമ്പോൾ അവൻ പറയും, ഞാൻ നിങ്ങളെ അറിയില്ല. നിങ്ങൾ പലപ്പോഴും എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു, പക്ഷെ ഞാൻ നിങ്ങളെ അറിയുകയില്ല. നമ്മൾ നിത്യതയിലേക്ക് ഭവനം പണിയുന്നവരാകണം, നിത്യത വരെ എത്തണം. പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാർ അവരൊരു ഭവനം പണിതല്ലോ. യാവയിലുള്ള വിശ്വാസമില്ലാത്ത ഒരു ഭവനം, അത് നശിച്ചു പോവുക തന്നെ ചെയ്തു. നാം പണിയുന്ന ഭവനം നിത്യതയിലെത്തണം. അത് എങ്ങനെയുള്ള ഭവനമാകണം എന്നതിനേക്കാളുപരി എന്തിൽ അടിസ്ഥാനമിട്ട ഭവനമായിരിക്കണമെന്നാണ് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് അവിടുന്ന് പണിക്കാരെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നുണ്ട്. പാറമേൽ ഭവനം പണിത വിവേകിയായ മനുഷ്യനും മണലിൽ ഭവനം പണിത വിവേകശൂന്യനായ മനുഷ്യനും. അതുകൊണ്ട് അദ്ദേഹത്തെ വിവേകി എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് വിവേകി എന്ന് വിളിക്കുന്നത്? അതിന് 3 കാരണങ്ങളാണുള്ളത്. 1, വചനം കേട്ടു, ദൈവവചനം അവൻ കേട്ടു. 2, ദൈവവചനം അനുസരിച്ച് ജീവിച്ചു. 3, ആ ദൈവവചനം പ്രസംഗിക്കാൻ തയ്യാറാകുന്നു എന്നതാണ്. ആ ഭവനത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണല്ലോ, പാറമേൽ പണിത ഭവനം. എന്താണ് ഈ പാറ? പഴയ നിയമത്തിൽ അനുഗ്രഹം ഒഴുകുന്ന പാറയെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. മോശ മരുഭൂമിയിലെ പാറയിൽ അടിച്ചപ്പോൾ ജീവൻ്റെ ജലമൊഴുകുന്നു. പുറപ്പാട് 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. വീണ്ടും നിത്യതയുടെ ഉറപ്പിൻ്റെ അടയാളമായി പാറയെക്കുറിച്ച് പറയുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകത്തിൽ 12 കല്ലുകൾ അടുക്കി വെച്ച് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഒരു പാറക്കൂട്ടത്തെക്കുറിച്ച് നാം കാണുന്നു. ജോഷുവ 4-ാം അധ്യായം 12 മുതൽ 24 വരെ നാം വായിക്കുന്നു. അത് സഭയുടെ പ്രതീകമാണ്. അത് പഴയ നിയമത്തിലെ 12 ഗോത്രപിതാക്കന്മാരുടെയും പുതിയ നിയമത്തിലെ 12 ശ്ലീഹന്മാരുടെയും പ്രതീകമാണ്. എന്ന് പറഞ്ഞാൽ ശ്ലീഹന്മാരാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭ എന്നർത്ഥം. സഭയിൽ ഉറപ്പിക്കപ്പെട്ട ജീവിതം നിത്യതയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്ന് ഓർക്കുക. പുതിയ നിയമത്തിലെ ശില അഭിഷക്ത ശിലയാണ്. അത് ഈശോയാണ്. ഈശോയിൽ അടിസ്ഥാനമിട്ട ഭവനം, അത് തീർച്ചയായും നിത്യതയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതും അടയാളപ്പെടുത്തപ്പെട്ടതുമാണ് എന്ന് നാം ഓർക്കണം. നോമ്പുകാലത്തെ ചിന്ത, എന്തുമാത്രം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തിയാലും ഈശോ ആരാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ഒരുപക്ഷെ ഇന്ന് കുറവുള്ള ചിന്തയും അതുതന്നെയാണല്ലോ. ഈശോ ദൈവമാണ്, ദൈവപുത്രനാണ്, കന്യകയിൽ നിന്ന് ജനിച്ചവനാണ്, നമുക്ക് വേണ്ടി ജനിച്ചവനാണ്, നമുക്ക് വേണ്ടി മരിച്ചവനാണ്, നമുക്ക് വേണ്ടി രക്തം ചിന്തിയവനാണ്, നമ്മെ രക്തത്തിൽ കഴുകി വെടിപ്പാക്കിയവനാണ്, നമുക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തവനാണ്. തീർന്നില്ല,
നമ്മെ കൊണ്ടുപോകാൻ വീണ്ടും വരുന്നവനാണ്. അവനാണ് അഭിഷക്ത ശില. ഈ ശിലയാണ് ദൈവാലയത്തിലെ അൾത്താര. അഭിഷക്ത ശില കർത്താവിൻ്റെ പ്രതീകമാണ്. അവിടുത്തെ സിംഹാസനത്തിൻ്റെ പ്രതീകമാണ്. അവിടുന്ന് വിധിക്കാനായി എഴുന്നള്ളി വരുന്നു എന്നതിൻ്റെ അടയാളമാണ് നാം അവിടെ കാണുന്നത്. അത് സ്വർഗത്തിലേക്ക് കയറിയിരുന്ന കോവണിയുടെ പ്രതീകമാണ്. ഉൽപ്പത്തി പുസ്തകം 28 അധ്യായത്തിൽ കാണുന്ന കോവണി ദൈവത്തെ മുഴുവനായിട്ട് മുഖാമുഖം കാണുന്ന സ്ഥലമാണ് അൾത്താര. ഇവിടെ അധിഷ്ഠിതമായ ജീവിതം, ഈശോയിൽ അധിഷ്ഠിതമായ ജീവിതം എന്ന് പറഞ്ഞാൽ അൾത്താരയിൽ അധിഷ്ഠിതമായ ജീവിതം, സഭയിൽ അധിഷ്ഠിതമായ ജീവിതം, ശ്ലീഹന്മാരുടെ ന്യായപ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം, സഭയുടെ പഠനങ്ങളുടെ അടിസ്ഥാനം എന്നിങ്ങനെ നമുക്ക് ചിന്തിക്കാം. എങ്കിൽ തീർച്ചയായും അത് നിത്യതയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതും പ്രതിസന്ധികൾ ആടിയുലയാത്തതുമായിരിക്കും. അവസാനം കർത്താവ് ആ ഭവനത്തെ നോക്കി പറയും, ആ ഭവനം വീണുപോയില്ല, വീണു പോവുകയുമില്ല. കാരണം അവൻ്റെ ന്യായപ്രമാണങ്ങളിൽ, വചനങ്ങളിൽ, നിത്യമായ പഠനങ്ങളിൽ അധിഷ്ഠിതമാണ്. അങ്ങനെ ഈ നോമ്പുകാല ചൈതന്യത്തിൽ ഈശോയാകുന്ന അടിത്തറയിൽ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ സാധിക്കട്ടെ. അതിനായി നോമ്പുകാലത്ത് നമുക്ക് പരിശ്രമിക്കാം.